അപ്പോൾ അതും വളരെ പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളൊരു വിദഗ്ധനായ ഒരു കൊലപാതകയാണ് എന്നുള്ളത് വളരെ കൃത്യം ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് ഇത് നഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള CCTVകൾ പരിശോധിച്ചാൽ ഒറ്റയ്ക്കാണോ വരുന്നത്, കൂട്ടായിട്ടാണോ വരുന്നത്, ആരെങ്കിലും സഹായിയുണ്ടോ എന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് ഇൻവെസ്റ്റിഗേഷനിൽ പോലീസ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ല, എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ ഈ സമൂഹത്തുള്ള മുഴുവൻ ആളുകളും ഈ കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കത്തക്ക വിധത്തിൽ നിൽക്കണം. കാരണം ഇത് വളരെ സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. നിഷ്ഠൂരമായി ഈ സംഭവം ഈ നാടിനെ നടുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തിയേ മതിയാകും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട പോലീസ് അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ നാട്ടുകാർ എന്നുള്ള നിലയിൽ ചെയ്തു കൊടുക്കും. അതേസമയം നമുക്ക് ഇതിൻ്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുണ്ടാകും. മകന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയാ ഈ മകൻ 4 വർഷം മുൻപ് ഇത്തരത്തിൽ മരണപ്പെട്ട അതൊന്നും പറയാറായിട്ടില്ല. പല പ്രശ്നങ്ങളും ഉണ്ടാകാം, പക്ഷെ അത് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. അതാണ് എല്ലാ വിശദാംശങ്ങളിലേക്ക് സംസാരിച്ചു. നമ്മളിപ്പോൾ പുറത്ത് പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വഴിതെറ്റും. ആ ഇൻവെസ്റ്റിഗേഷനിൽ അവരുടെ ഒരു കണ്ടെത്തലുണ്ട്, അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പോകട്ടെ. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബഹുജനങ്ങളുടെ പ്രതിനിധി എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളത്. ഞങ്ങൾ ആ ഇൻവെസ്റ്റിഗേഷനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ഉത്തരവാദിയെ കണ്ടുപിടിച്ചേ മതിയാവും. അതിന് ചില സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സൂചനകളുടെ പിന്നാലെ പോലീസ് പോകണം. ആ ഉത്തരവാദിയെ കണ്ടെത്തണം. അയാളെ ബുക്ക് ചെയ്തേ മതിയാകും. അതാണ് കസ്റ്റഡിയിലുള്ള ഒരാൾ അയാളെ ഒരാളുണ്ട്. അയാൾ നേരത്തെ പോലീസ് കസ്റ്റഡി കിടന്ന ആളാണ്. അതിനുശേഷം അയാളെ പുറത്തോട്ടിറങ്ങിയതാണ്. അത് ഞാൻ അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയുന്നത് ശരിയല്ല. വളരെ നിഷ്ഠൂരമായ കൊലപാതകമാണ്. പ്രായത്തിയ 2 ആളുകളല്ലേ അവിടെ കിടക്കുന്ന ഒരായുധം കോളാലിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുമാനിക്കാവുന്നതല്ലേ. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ആ കാര്യത്തിനകത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻ ഞങ്ങൾ അവർക്ക് കൊടുക്കും. പക്ഷേ നമുക്കിതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തിയേ മതിയാവും. അതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെയാണ് പോയിട്ടുള്ളത്, ഇതൊക്കെ പോലീസ് നോക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നതില്ല. പക്ഷേ ഈ സംഭവം നമ്മുടെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇത് രണ്ടാമതൊരാവർത്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തണം. അവർക്കെതിരായിട്ട് നിയമപരമായി നീങ്ങണം. പോലീസ് ആ കാര്യത്തിൽ ഏത് നടപടിയെടുക്കുന്നോ ആ പോസിറ്റീവ് നടപടിക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ടാവും.